ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്നും നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 93 പോയിൻറ്റ്സ് ഉയർന്ന് 25,819 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 61,550 ക്ലോസ് ചെയ്തപ്പോൾ 376 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 301 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 6183 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 17,239 ക്ലോസ് ചെയ്തപ്പോൾ 92 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 12.22 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 283 പോയിൻറ്റ്സ് ഉയർന്ന് 83,734 ക്ലോസ് ചെയ്തു. DIM ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIM FIA എന്ന് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. നല്ലൊരു സൂചനയാണ് കാണുന്നത്. DIA 440 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIAയും അതുപോലെ 1,154 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ IT ഇടിവ് തുടരുകയാണ്. ഇതുവരെ ഒരു തീരുമാനങ്ങൾ IT സ്റ്റോക്കിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് IT സെക്ടർ മാത്രമാണ് സ്ക്രീനിൽ കാണുന്നത് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ 153 പോയിൻറ്റ്സ് ഉയർന്ന് 28,327 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 36,517 ക്ലോസ് ചെയ്യുമ്പോൾ 128 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 175 പോയിൻറ്റ്സ് ഉയർന്ന് 28,463 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 628 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 52,406 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,595 ക്ലോസ് ചെയ്തപ്പോൾ 43 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 67 പോയിൻറ്റ്സ് ഉയർന്ന് 9733 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT ഇന്ന് 406 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് ഉണ്ടായത്. 32,668 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മീഡിയ 1463 ക്ലോസ് ചെയ്തപ്പോൾ 3 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 157 പോയിൻറ്റ്സ് ഉയർന്ന് 11,985 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 88 പോയിൻറ്റ്സ് ഉയർന്ന് 12,159 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 22,541 ക്ലോസ് ചെയ്തപ്പോൾ 47 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 124 പോയിൻറ്റ്സ് ഉയർന്ന് 9625 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 839 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 839 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 5 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പ് കഴിഞ്ഞാൽ മൺഡേ 25,682 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,725 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഇന്ന് 25,819 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച സ്റ്റാർട്ടിങ് മുതലേ നിഫ്റ്റി മേഖലയിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ച 348 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് നിഫ്റ്റിയുടെ ഉണ്ടായത്. 1.37% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 25,819 നിൽക്കുമ്പോൾ 1.19% ലോസാണ് ഈ വർഷം നിഫ്റ്റിയിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 1 2025 22,124 നിഫ്റ്റി ഇന്ന് 25,819 നിൽക്കുമ്പോൾ 16.7% പ്രോഫിറ്റ് കഴിഞ്ഞ 12 മാസത്തെ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,586 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,331 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ HDFC ലൈഫ് ഇന്ന് 3.37% റാലി നടത്തി. ടാറ്റ സ്റ്റീൽ 2.93% റാലി നടത്തി. ITC 2.15%, ടാറ്റ കൺസ്യൂമർ 1.85%, ബജാജ് ഓട്ടോ 1.56%, ആക്സിസ് ബാങ്ക് 1.46%, റിലയൻസ് 1.29%, നെസ്ലെ ഇന്ത്യ 1.21%, M&M 1.18% ആൻഡ് ഗ്രാസിം 1.15% റാലി കാണാൻ സാധിച്ചു. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ONGC 2.67% ഫോള് കണ്ടു. വിപ്രോ 1.73% ഫോള് നടത്തി. ഇറ്റേണൽ 1.47%, അദാനി എൻ്റർപ്രൈസ് 1.41%, ഇൻഫോസിസ് 1.26%, ടെക് മഹീന്ദ്ര 1.25%, HCL ടെക് 1.04%, അദാനി പോർട്സ് 0.99%, കോൾ ഇന്ത്യ 0.84% ആൻഡ് TCS 0.83% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയേഴ്സിലെ റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 4 US ഇന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻ്ററി ഡേറ്റ വരുന്നുണ്ട് 19 ഫെബ്രുവരിക്ക്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.